ഹലോ എവരിവൺ. എന്താണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ബീച്ച് എന്നൊന്ന് നമുക്ക് നോക്കിയാലോ. സമുദ്ര ശുദ്ധജല മേഖലകളിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ ആണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ബീച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ 12ഓളം ബീച്ചിനാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ഉള്ളത്. ഏറ്റവും ലേറ്റസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മുടെ മിനിക്കോയ് തുണ്ടി ബീച്ചിനും കടുമത്തി ബീച്ചിനുമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. 33ഓളം മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. പരിസ്ഥിതി സൗഹൃദ ബീച്ചുകളാവണം. പരിസ്ഥിതി സൗഹൃദം മാത്രം ആയാൽ പോരാ, ഭിന്നശേഷി സൗഹൃദം കൂടി ആയാൽ മാത്രമേ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. നമ്മുടെ ലക്ഷദ്വീപിന് പുറമെ കേരളത്തിലാണെങ്കിൽ കാപ്പാട് ബീച്ചിന് മാത്രമാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷനുള്ള ഏക ബീച്ച്. തമിഴ്നാട്ടിലാണെങ്കിൽ പുതുച്ചേരിയിലുള്ള ഇഡൻ ബീച്ചിനും കോവളം ബീച്ചിനുമാണ്. കോവളം ബീച്ച് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കേരളത്തിലുള്ള ബീച്ചാണെന്ന്. എന്നാൽ അതല്ല, ചെന്നൈയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള വളരെ മനോഹരമായ ഒരു ബീച്ചാണ് കോവളം ബീച്ച് എന്ന് പറയുന്നത്. ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ അണ്ടർ 4 കാറ്റഗറീസ്. ഒന്നാമത്തേത് എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ, രണ്ടാമത്തേത് ബാത്തിങ് വാട്ടർ ക്വാളിറ്റി, മൂന്നാമത്തേത് എൻവിറോൺമെൻറ്റൽ മാനേജ്മെൻറ്റ്, നാലാമത്തേത് ബീച്ച് സുരക്ഷ. ഇവയാണ് വളരെ പ്രധാനപ്പെട്ട 4 കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഡെൻമാർക്കിലുള്ള ഫൗണ്ടേഷൻ ഓഫ് എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന നോൺ പ്രോഫിറ്റ് സംഘടനയാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. നിലവിൽ ഇതിൽ 77 അംഗരാജ്യങ്ങളാണ് ഉള്ളത്. ഈ അംഗരാജ്യങ്ങൾക്ക് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. എൻവിറോൺമെൻറ്റൽ ഇക്കോ ലേബലാണല്ലോ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർട്ടിഫിക്കറ്റുള്ള ബീച്ചുകൾ ക്ലീൻ ആൻഡ് ഹൈജീനിക്ക്, ബാത്തിങ് വാട്ടർ ക്വാളിറ്റി ആയിരിക്കണം. 1985 ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് തുടങ്ങിയത്. 1987 യൂറോപ്പിൽ സ്റ്റാർട്ട് ചെയ്തു. 2001 യൂറോപ്പിന് പുറത്തേക്ക് ബ്ലൂ ഫ്ലാഗ് പ്രോഗ്രാം ആരംഭിച്ചു. എൻവിറോൺമെൻറ്റൽ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്ന ഇക്കോ ലേബലാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. ബ്ലൂ ഫ്ലാഗ്ഷിപ്പ് ബീച്ചുകളിൽ എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ അവയർനെസ്സുമായി ബന്ധപ്പെട്ട് തീരദേശ ആവാസ വ്യവസ്ഥയുമായും തീരദേശ മേഖലയിലെ പ്രകൃതിദത്തവും സെൻസിറ്റീവുമായ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പ്രദർശിപ്പിക്കണം. അതുപോലെ തന്നെ കുളിക്കുന്ന വെള്ളത്തിൻ്റെ ഗുണനിലവാരങ്ങൾ പ്രദർശിപ്പിക്കണം. ബീച്ച് ഏരിയയുടെ പെരുമാറ്റച്ചട്ടം പ്രദർശിപ്പിക്കുകയും ബീച്ചിലെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നോട്ടീസ് ചെയ്ത് വെക്കുകയും വേണം. കുറഞ്ഞത് 5 പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നൽകണം. ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ബീച്ചുകളിൽ ജലത്തിൻ്റെ ഗുണനിലവാരത്തിനായുള്ള ആവശ്യകതകളും മാനദണ്ഡങ്ങളും പാലിച്ചിരിക്കണം. ബീച്ച് പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന പവിഴപ്പുറ്റുകളുടെ ആരോഗ്യം നിരീക്ഷിക്കൽ, അത് രേഖപ്പെടുത്തലൊക്കെ ബ്ലൂ ഫ്ലാഗ് ബീച്ചുകളിൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ മലിനജല സംസ്കരണത്തിനും മലിനജല ഗുണനിലവാരത്തിനും വേണ്ടിയുള്ള സമൂഹത്തിൻ്റെ ആവശ്യകതകൾ പാലിച്ചിരിക്കണം. അതുപോലെ ബ്ലൂ ഫ്ലാഗ് ബീച്ചുകളിൽ പരിസ്ഥിതി മാനേജ്മെൻറ്റ് സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനും ബീച്ച് സൗകര്യത്തിനും പതിവ് പാരിസ്ഥിതിക ഓഡിറ്റുകൾ നടത്തുന്നതിന് ബീച്ച് കമ്മിറ്റികൾ ഉണ്ടായിരിക്കാൻ നിർബന്ധമാണ്. അതുപോലെ ബ്ലൂ ഫ്ലാഗ് ബീച്ചുകളിൽ മാലിന്യ നിർമ്മാർജ്ജന ബിന്നുകൾ, പാത്രങ്ങൾ ബീച്ചിൽ ലഭ്യമായിരിക്കണം. പുനരുപയോഗിക്കാൻ കഴിയുന്ന പാഴ്വസ്തുക്കൾ സ്വീകരിക്കുന്നതിനുള്ള സൗകര്യങ്ങളിൽ ബ്ലൂ ഫ്ലാഗ് ബീച്ചുകളിൽ ഉണ്ടായിരിക്കണം. ബ്ലൂ ഫ്ലാഗ് ബീച്ചുകളിൽ തീരത്ത് ഡോഗ്സ്, മറ്റ് വളർത്തുമൃഗങ്ങളെ സംബന്ധിച്ച് കർശനമായ നിയന്ത്രണം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബ്ലൂ ഫ്ലാഗ് ബീച്ചുകളിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കണം. ബ്ലൂ ഫ്ലാഗ് ബീച്ചുകളിൽ കുടിവെള്ള വിതരണം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. പെട്രോളിംഗ് ഒക്കെ ശക്തമായിട്ടുണ്ടാവണം. ബ്ലൂ ഫ്ലാഗ് ബീച്ചുകളിൽ ഫസ്റ്റ് എയ്ഡ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബ്ലൂ ഫ്ലാഗ് ബീച്ചിൽ നിർബന്ധമായിട്ടുള്ളതാണ് ഡിസേബിലിറ്റി ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ ഉണ്ടായിരിക്കണമെന്നത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്.
ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.